ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ആത്മാവിൽ ദൈവം പ്രകാശം പകരുവാനുള്ള സമയമാണ്, ആത്മജ്യോതിയുടെ സമയം. വിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ ദൈവത്തെ നമ്മൾ ആരാധിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന സമയമാണ്. സാധിക്കുന്നവർ മുട്ടുകുത്തിയോ എഴുന്നേറ്റ് നിന്നോ പ്രാർത്ഥനാപൂർവ്വം ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്കിപ്പോൾ സ്വീകരിക്കാം. ആരാധന 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 എൻ ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ, എന്നാത്മാവിൻ സായുജ്യമേ, ഒരു നാളിലും പിരിയാത്ത എൻ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ആരാധന ഗീതം പാടാ ആ തിരുനാമത്തെ വാഴ്ത്താ, ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കായിരം സ്തോത്രമേകാം, ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എഴുന്നേറ്റ് നിൽക്കാവുന്നവരാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക. പ്രിയപ്പെട്ട ഈ ആരാധനയിൽ നമ്മൾ ചെയ്യുന്നത് പഴയ നിയമത്തിൽ നിന്ന് നമ്മളൊരു പ്രാർത്ഥന, ദാവീദിൻ്റെ പ്രാർത്ഥനയെടുത്ത് നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ലോകത്തിലുള്ള മറ്റെല്ലാ കുടുംബങ്ങളും വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. 2 സാമുവേൽ 7-ാം അധ്യായത്തിലാണ് ഈ പ്രാർത്ഥന നമ്മൾ കാണുക. 2 സാമുവേൽ 7-ാം അധ്യായം അതിൻ്റെ 27 മുതൽ 29 വരെയുള്ള വചനഭാഗമെടുക്കാം. സർവശക്തനായ കർത്താവേ, ഇസ്രായേലിൻ്റെ ദൈവമേ, ഞാൻ നിൻ്റെ വംശമുറപ്പിക്കും എന്ന് പറഞ്ഞ് അങ്ങയുടെ ദാസന് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അങ്ങയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഈ ദാസൻ ധൈര്യപ്പെട്ടിരിക്കുന്നു. ദൈവമായ കർത്താവേ, അങ്ങ് തന്നെ ദൈവം, അങ്ങയുടെ വചനം സത്യം. ഈ നല്ല കാര്യം അടിയനോട് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. 29-ാമത്തെ വചനം ശ്രദ്ധിച്ചു കേൾക്കുക. അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. ദാവീദ് പറയാണ്, ഞാനോ എൻ്റെ കുടുംബത്തിൽ ഒരു വ്യക്തിയും അങ്ങിൽ നിന്ന് ഒരു കാലത്തും അകന്നു പോകരുത്. മനോഹരമായൊരു പ്രാർത്ഥന. നമ്മുടെയൊക്കെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട, നമ്മൾ വയ്ക്കേണ്ട ഒരു വിഷയം ഇവിടെ നമ്മൾ കാണുകയാണ്. ദൈവമായ കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. ദൈവം അനുഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത്. ദൈവം വസിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ കുടുംബം ഒരു ക്രിസ്തീയ കുടുംബമായിട്ട് മാറുന്നത്. പ്രാർത്ഥനയുള്ളപ്പോഴാണ് നമ്മുടെയൊക്കെ കുടുംബം ഒരു ക്രിസ്ത്യാനിയുടെ കുടുംബം എന്ന് പറയാൻ പറ്റുക. നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം. പലപ്പോഴും ഇതിന് വിരുദ്ധമായിട്ട് പോകുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന മറ്റൊരു വചനഭാഗമുണ്ട്. അതാണ് യാക്കോസ്ലീഹയുടെ ലേഖനം 3-ാം അധ്യായം എടുക്കുമ്പോൾ നമ്മൾ കാണുക. യാക്കോസ്ലീഹ 3-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 16 വരെ വായിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെ തകർക്കുന്ന ഒരു ശക്തി ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എന്നാൽ നിങ്ങൾക്ക്
കടുത്ത അസൂയയും ഹൃദയത്തിൽ സ്വാർത്ഥമോഹവും ഉണ്ടാകുമ്പോൾ ആത്മപ്രശംസ ചെയ്യുകയോ സത്യത്തിന് വിരുദ്ധമായി വ്യാജം പറയുകയോ അരുത്. ഈ ജ്ഞാനം ഉന്നതത്തിൽ നിന്നുള്ളതല്ല, മറിച്ച് ഭൗമികവും സ്വാർത്ഥപരവും പൈശാചികവുമാണ്. എവിടെ അസൂയയും സ്വാർത്ഥമോഹവുമുണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ട്. പ്രിയപ്പെട്ടവർ, നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മക്കളാണേലും ഭൗതികമായിട്ട് വളർന്നാൽ പോരാ. ഈ ലോകത്ത് നല്ലൊരു ജോലി സമ്പാദിക്കാനുള്ള പഠനം അത് സമ്പാദിച്ചാൽ പോരാ. ഇവിടെ നമ്മൾ കണ്ടു ഭൗതികമായിട്ടുള്ള അറിവ്, പൈശാചികമായിട്ടുള്ള അറിവ്. ഇന്ന് ചിലർ പഠിച്ച് അവസാനം പൈശാചികമായിട്ടുള്ള ആ ഒരു നീക്കത്തിലേക്ക് പോലും കടന്നിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഗൂഗിൾ ചെയ്യാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഈ പൈശാചികമായിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ പോകുന്ന വ്യക്തികളെ കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ദൈവം തരുന്ന അറിവ്, പ്രാർത്ഥനയിൽ നമുക്ക് കിട്ടുന്ന അറിവ്, നമ്മൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അറിവ്, പരസ്പരം സഹായിക്കുമ്പോൾ, ഹൃദയൈക്യത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ വസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അറിവുണ്ട്. അത് ദൈവത്തിൽ നിന്ന് വരുന്ന അറിവാണ്. ഈ ഒരു അറിവ്, ദൈവിക ജ്ഞാനം, അത് സ്വന്തമാക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ നമ്മുടെ ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് ഒരു ഗാനം ആലപിക്കുമ്പോൾ പൈശാചികമായ സകലതും നമ്മളിൽ നിന്ന് വിട്ടുപോകാനും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥനാപൂർവ്വം നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും. എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ഹൃദയത്തുടിപ്പുകളോടെ എല്ലാവരും പാടി പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബാംഗങ്ങളെ അവരുടെ അവസ്ഥകളെ, ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പാടി പ്രാർത്ഥിക്കാം. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താൽ. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താൽ. എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. സ്വരത്തിൽ പാടാം. എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ
വഴി തന്നെ നടക്കും. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും. തൻ്റെ വഴി തന്നെ നടക്കും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വൃന്ദങ്ങളോട് ചേർന്ന് പാടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ ദൈവമാണ് ദിവ്യകാരുണ്യമായി നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നത്. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ അവസ്ഥകളും, നമ്മുടെ കുടുംബത്തിന്റെ എല്ലാ അവസ്ഥകളും സമർപ്പിച്ച് ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒന്നുയർന്നങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, കുടുംബാംഗങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉത്സസ്ഥാനങ്ങളിലിരിക്കാം. സ്വസ്ഥമായി ദൈവസാന്നിധ്യം ആസ്വദിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മയും നമ്മുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും നമ്മുടെ എല്ലാ അവസ്ഥകളെയും ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് വിശുദ്ധീകരണത്തിനും സൗഖ്യത്തിനുമായി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ നമ്മോട് കൂടെ വസിക്കുന്നവർ, അവരാണ് നമ്മുടെ ഏറ്റവും അടുത്ത അയൽവാസി. നമ്മുടെ അയൽവാസി നരകത്തിൽ പോകുന്നത് ഞാൻ വേണ്ടതുപോലെ പ്രാർത്ഥിക്കാതിരുന്നതിൻ്റെ പേരിലാണെങ്കിൽ ഞാനും അതിന് ഉത്തരവാദിയാകും. അപ്പം അതുകൊണ്ട് ഏതവസ്ഥയാണെങ്കിലും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കടപ്പാട് നമുക്കുണ്ട്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ ഗുരുഭൂതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കടപ്പാട് നമുക്കുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ ഗുരുക്കന്മാരായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, അല്ലെങ്കിൽ ലീഡേഴ്സായിട്ടുള്ളവർ, അത് രാജ്യത്തെ ഭരിക്കുന്നവരായിരിക്കാം, സഭയിലെ ലീഡേഴ്സായിട്ടുള്ളവരായിരിക്കാം, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു കടപ്പാട് നമുക്കുണ്ട്. എഫേസ്യസ് 6:19 വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, പൗലോസ്ലീഹ പറയുന്നൊരു കാര്യം, ഞാൻ വാതുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ലീഡേഴ്സായിട്ടുള്ളവർ ആത്മാവിനാൽ നയിക്കപ്പെടാൻ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. സഭയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ സഭയുടെ അധികാരികൾക്ക് വേണ്ടിയും സഭയിലെ അംഗങ്ങൾക്ക് വേണ്ടിയും എല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം. അതുപോലെ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുഭൂതർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ നമ്മൾ ലീഡേഴ്സായിരിക്കാം, നമ്മുടെ അധീനതയിൽപ്പെട്ട വ്യക്തികളുണ്ട്. ഇപ്പോൾ മാതാപിതാക്കൾ, അവരുടെ മക്കൾ മാതാപിതാക്കളുടെ അധീനതയിൽപ്പെട്ടവരാണ്. മാതാപിതാക്കൾക്കൊരു കടമയുണ്ട്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം. ഒരു വികാരിയച്ഛൻ്റെ കടമയാണ് ഇടവക ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമ്മൾ കാണുന്നുണ്ട്, 1 സാമുവേൽ 12:23 വായിച്ചാൽ സാമുവേൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കാതിരുന്നാൽ എൻ്റെ ദൈവത്തിനെതിരെ ഞാൻ പാപം ചെയ്ത വ്യക്തിയായി മാറും. ഇവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിനക്ക് അധികാരം അല്ലെങ്കിൽ അങ്ങനെ ഒരു ലീഡർഷിപ്പിൽ ഇരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ലീഡർഷിപ്പിൽ നിന്ന് വിരമിക്കുന്ന സാമുവേലിനോട് പറഞ്ഞപ്പോൾ സാമുവേൽ തിരിച്ചു പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾക്ക് വേണ്ടി തുടർന്നും ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഞാൻ ദൈവത്തിനെതിരെ പാപം ചെയ്യുന്ന വ്യക്തിയായി മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമുക്ക് ഈ മേഖലകളെല്ലാം കവർ ചെയ്ത് പ്രാർത്ഥിക്കാനുള്ളൊരു കടപ്പാട് ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകണം. ഏതാനും ചില കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൻ്റെ മാതൃക, ശരിക്കും നമ്മുടെ കുടുംബം തിരുക്കുടുംബത്തിൻ്റെ ഒരു മാതൃകയിൽ രൂപപ്പെടേണ്ടതാണ്. അതിന് നമ്മുടെ കുടുംബം മാതൃകയായിട്ട് എടുക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ തിരുക്കുടുംബത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. 1 വിശുദ്ധി, 2 സ്നേഹം, 3 ഐക്യം. കുടുംബത്തിലേക്ക് നോക്കിയാൽ തിരുക്കുടുംബത്തിലേക്ക് 3 കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവരിലാരെങ്കിലും അശുദ്ധിയിൽ മുങ്ങിക്കുളിച്ചവരാണോ? അല്ല. അവരാരെങ്കിലും സ്വന്തം ഇഷ്ടത്തിനു വേണ്ടി മറ്റംഗങ്ങളെ മറന്നവരാണോ? അല്ല. ഇനി അവർ സ്നേഹപൂർവ്വം പെരുമാറുന്നത്, അത് രാവെന്നോ പകലെന്നോ ഇല്ലാതെ സ്നേഹത്തിൽ വ്യാപരിക്കുന്ന കുടുംബാംഗങ്ങളായിട്ട് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മുടെയൊക്കെ കുടുംബത്തിലേക്ക് ചേക്കേറണം. വന്ന് നിറയുവാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം.
ഇതെല്ലാം സാധ്യമാകാൻ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുക, ഒപ്പം നമ്മുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. ഇക്കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്ന കാര്യം തിരിച്ചറിയണം. ഇവിടെ ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ വചന വെളിച്ചത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. നമ്മുടെ കുടുംബം തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിൽ രൂപപ്പെട്ട് ഇത് മറ്റുള്ളവർക്ക് വലിയൊരു മാതൃകയായി മാറണമെങ്കിൽ 1 കൊറിന്തോസ് 10-ാം അധ്യായം 31-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. 1 കൊറിന്തോസ് 10:31. നിങ്ങൾ എന്ത് ചെയ്താലും ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുക. നമ്മുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങളെല്ലാവരും ഇങ്ങനെയൊന്ന് ചിന്തിക്കുക, ഞാൻ ചെയ്യുന്ന കാര്യം ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവത്തിന് വിഷമുണ്ടാക്കുന്ന, വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം പോലും ഞാൻ ചെയ്യത്തില്ല. അങ്ങനെയൊന്ന് എല്ലാവരും ഒന്ന് ചിന്തിച്ച് അതനുസരിച്ച് മുന്നേറുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം എന്തായിരിക്കും? മറ്റൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്, മാതാപിതാക്കളെ അനുസരിക്കുന്നവരായിട്ട് മക്കൾ മാറണം. മാതാപിതാക്കൾ മക്കളെ കരുതും പോലെ തന്നെ മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുന്നവരായിട്ട് മാറണം. നിങ്ങൾ പ്രഭാഷകൻ 3 മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിച്ച് അവരുടെ ശാപമേറ്റു വാങ്ങിയാൽ നമ്മുടെ കുടുംബത്തിൻ്റെ അടിത്തറ ഇളകും. അതുപോലെ തന്നെ സുഭാഷിതങ്ങൾ 6-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വചനഭാഗം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന കാണാൻ പറ്റും. പറയുന്നുണ്ട്, മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുന്നവരാണെങ്കിൽ ആ കുടുംബത്തിൽ അതിൻ്റേതായിട്ടുള്ള വലിയ ഐശ്വര്യമുണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് എഫേസസ് 4:25 വചനമെടുത്താൽ എഫേസസ് 4:25 പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മറ്റുള്ളവരോട് സത്യം മാത്രമേ സംസാരിക്കാവൂ. കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ സത്യമാണ് പറയുന്നത് എങ്കിൽ അവിടെ ദൈവം നിറഞ്ഞു നിൽക്കും. അസത്യമാണെങ്കിലോ കള്ളമാണെങ്കിലോ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 1:11 പറഞ്ഞിട്ടുണ്ട്, വ്യാജം പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കും. അപ്പം അങ്ങനെ ആത്മാവ് നശിച്ച ഏതാനും വ്യക്തികൾ വസിക്കുന്ന ഒരു കെട്ടിടമായിട്ട് മാറും നമ്മുടെ കുടുംബം. കുടുംബം എന്നൊന്നും പറയാൻ പറ്റിയല്ല, ക്രിസ്തീയ കുടുംബം എന്നേ പറയാൻ പറ്റിയല്ല. നുണ പറയുന്ന ആ ഒരവസ്ഥ നമ്മുടെ കുടുംബത്തിൽ നിറഞ്ഞു നിന്നാൽ. കാരണം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, സത്യം മാത്രമേ നിങ്ങൾ സംസാരിക്കാവൂ. മറ്റൊരു കാര്യം നമ്മുടെ കുടുംബത്തിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നവരായിട്ട് മാറണം. 1 തെസ്സലോനിക്ക 5:16 മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും സന്തോഷിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ച്, നമ്മുടെ കുടുംബാംഗങ്ങൾ, ബാക്കി അംഗങ്ങൾ എൻ്റെ അടുത്ത് വരുന്ന എപ്പോഴും എന്തെങ്കിലും പരിഭവം പറയാൻ, പരാതി പറയാൻ, എന്നെ കുറ്റപ്പെടുത്താനായി, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷം എങ്ങനെയായിരിക്കും? പറയുന്നുണ്ട്, അത് നിന്നിട്ട് ഈ നന്ദി പറയുന്ന കൃതജ്ഞതയുള്ള വ്യക്തികളായിട്ട് നമ്മൾ മാറുമ്പോൾ, ദൈവത്തിനും നന്ദി പറഞ്ഞ് പരസ്പരവും നന്ദി പറഞ്ഞ് ജീവിക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷം മനോഹരമാകും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു കാര്യം, നിങ്ങളുടെ വസ്തുവകകൾ നിങ്ങൾ തന്നെ സംരക്ഷിക്കണം. ഇന്ന് ചിലരെ കാണാൻ സാധിക്കും, അത് അവരുടെ മുതലായിരിക്കാം, സ്വർണമായിരിക്കാം, പണമായിരിക്കാം, ശ്രദ്ധിക്കാതെ സൂക്ഷിക്കാതിരുന്നിട്ട് പിന്നെ അവർ അസ്വസ്ഥപ്പെട്ട് നടക്കുകയാണ്. പലരുടെയും പുറകെ ഇതൊന്ന് ആരാ എടുത്തുകൊണ്ട് പോയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. നമ്മൾ ശ്രദ്ധാപൂർവം ജീവിക്കുന്നെങ്കിൽ അങ്ങനത്തെ നഷ്ടങ്ങൾ, നാശങ്ങൾ, വേദനകൾ, അതിൻ്റെ പേരിലുള്ള പാപപ്രവൃത്തികളൊക്കെ ഒഴിവാക്കി ജീവിക്കാൻ സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മറ്റൊന്ന് എഫേസസ് 4:29 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സംസാരിക്കുമ്പോൾ ഉചിതമായ സമയത്ത് ഉചിതമായ വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങളെ കേൾക്കുന്നവർക്ക് പ്രചോദനവും സന്തോഷവും അഭിഷേകവും പകരുന്ന രീതിയിൽ മാത്രമേ സംസാരിക്കാവൂ. കുറ്റം പറഞ്ഞുകൊണ്ടാണ് മറ്റുള്ളവരെ, അല്ലെങ്കിൽ അസഭ്യ ഭാഷണമാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇതുവല്ലതും സാധ്യമാവുമോ? അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കരുത്. കൊളോസസ് 4:6 കൂടി വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ. കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ. ഏതാനും നിമിഷങ്ങൾ വിശുദ്ധ കുർബാനയിലേക്ക് നോക്കുക. കർത്താവേ, ഞങ്ങളുടെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടാൻ, ഞങ്ങളുടെ കുടുംബം ഒരു ക്രിസ്തീയ കുടുംബത്തിൻ്റെ മാതൃകയിൽ രൂപപ്പെടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കെന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നില്ല, മറ്റുള്ളവർ നന്മ ചെയ്യുന്നില്ല, മറ്റുള്ളവർ
എന്നെ പ്രശംസിക്കുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല. മറ്റുള്ളവരെങ്ങനെ പോയാലും, അവരെങ്ങനെ സംസാരിച്ചാലും, അവരെങ്ങനെ പെരുമാറിയാലും എനിക്കെന്ത് ചെയ്യാൻ പറ്റും? റോമാലേഖനം 12:21 നമ്മൾ വായിക്കുന്നുണ്ട്, നന്മ കൊണ്ട് തിന്മയെ കീഴടക്കണം. നന്മ കൊണ്ട് തിന്മയെ കീഴടക്കണം. ഏതാനും നിമിഷങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ കുടുംബത്തിലേക്കൊന്ന് എത്തി നോക്കുക, ജീവിതത്തിലേക്കും എത്തി നോക്കുക. എൻ്റെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം വളരെ മോശമായിരിക്കുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ മോശമായതുകൊണ്ടാണോ? ഞാൻ പാപത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണോ? ഞാൻ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണോ? ഞാൻ സ്നേഹിക്കാത്തത് കൊണ്ടാണോ? ഞാൻ ക്ഷമിക്കാത്തത് കൊണ്ടാണോ? കർത്താവേ, അനുദപിക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്നെ വിശുദ്ധീകരിക്കുന്നതിലൂടെ എൻ്റെ കുടുംബത്തെയും വിശുദ്ധീകരിക്കണമേ. അങ്ങനെ എൻ്റെ കുടുംബം തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിൽ രൂപപ്പെടുവാൻ ഇടയാക്കണമെന്ന് യാചിച്ചുകൊണ്ട് നമുക്ക് ഈ അനുതാപ ഗാനത്തിൽ പങ്കുചേരാം. സ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവത്തോടനുവാദം ചോദിക്കണം, ദൈവത്തിൻ ഹിതം തിരിച്ചറിയണം, ദൈവത്തിൽ ദൃഢമായ വിശ്വാസത്താലേ അടിത്തറ നന്നായി പണിയണം. സ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാ. അല്പസമയം നിശബ്ദതയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുമ്പോൾ, കുടുംബത്തിലേക്ക് എത്തി നോക്കുമ്പോൾ, ഏതാനും കുടുംബങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരട്ടെ. മാതൃക നൽകിയ കുടുംബങ്ങൾ. അബ്രാഹത്തിൻ്റെയും സാറായുടെയും കുടുംബം ദൈവത്തിന് 1-ാം സ്ഥാനം നൽകി. വയസ്സാങ്കാലത്ത് ലഭിച്ച കുഞ്ഞാണെങ്കിൽ പോലും ആ കുഞ്ഞിനെ ബലി കഴിക്കാൻ പറഞ്ഞപ്പോഴും വിസമ്മതിച്ചില്ല. അതിന് സന്നദ്ധത കാണിച്ച് മുമ്പോട്ട് വരുന്ന അബ്രാഹത്തെയും കുടുംബത്തെയും നമുക്ക് കാണാൻ പറ്റും. ജോഷുവയുടെ കുടുംബം, ജോഷുവ 24:15 നമ്മൾ കാണുന്നുണ്ട്, വിളിച്ചു പറഞ്ഞൊരു കാര്യം, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഏകസ്വരത്തിൽ ഇതൊന്ന് പറയാൻ സാധിച്ചാൽ എത്ര വലിയ അനുഗ്രഹമാണ്. ദൈവത്തെ ഞങ്ങൾ സേവിക്കും, ദൈവത്തെ ഞങ്ങൾ അനുസരിക്കും, ദൈവത്തെ ഞങ്ങൾ സ്നേഹിക്കും, ദൈവത്തിന് വേണ്ടി ഞങ്ങൾ നിലകൊള്ളും. ഈ ഭൂമിയിൽ എന്തു വന്നാലും ഞങ്ങൾക്ക് സ്വർഗത്തിൽ എത്തണം. ജോഷുവയും കുടുംബാംഗങ്ങളും വിളിച്ചു പറഞ്ഞൊരു കാര്യം ഇതാണ്. നമ്മുടെ കുടുംബത്തിൽ വലിയൊരു മാതൃകയായി മാറുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ന്യായാധിപന്മാർ 11-ാം അധ്യായത്തിൽ ജെഫ്തായുടെ കുടുംബത്തെ നമ്മൾ കാണുന്നുണ്ട്. വലിയ വില കൊടുത്ത് ദൈവത്തിന് കൊടുത്ത വാഗ്ദാനം ദൈവത്തിൻ്റെ മുമ്പിൽ നേർന്നത് നിറവേറ്റാൻ മനസ്സ് കാണിക്കുന്ന ഒരു കുടുംബത്തെ ഇവിടെ കാണാൻ പറ്റും. അതിന് സ്വന്തം മകളെപ്പോലും ബലികഴിക്കാൻ സന്നദ്ധത കാണിച്ച ജെഫ്ത. നവോമിയുടെ കുടുംബത്തെ നമ്മൾ കാണുന്നുണ്ട്. അമ്മ മക്കൾക്ക് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി ചിന്തിച്ചു. മക്കള് അമ്മയുടെ നന്മയ്ക്ക് വേണ്ടി ചിന്തിച്ചു. എന്ത് ത്യാഗമെടുത്തും ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ജീവിക്കും. അമ്മ മരിക്കുന്നിടത്ത് എനിക്ക് മരിച്ചാൽ മതി, അമ്മ ജീവിക്കുന്നിടത്ത് ജീവിച്ചാൽ മതി. അങ്ങനെയൊക്കെ പറയാൻ സാധിച്ച റൂത്തിനെ നമുക്ക് കാണാൻ പറ്റും. കർത്താവേ, ഇന്ന് സ്വാർത്ഥത പെരുകി
ഞങ്ങളുടെ കുടുംബങ്ങളിൽ പോലും ഒരുപാട് അനർത്ഥങ്ങളും ക്രമക്കേടുകളും വന്നു ചേർന്നിരിക്കുന്നു. അതിൽ നിന്നെല്ലാം ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം. ഒപ്പം നമ്മുടെ വ്യക്തി ജീവിതം വിശുദ്ധീകരിക്കപ്പെടാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവേ, കാരുണ്യവനായ ദൈവമേ, അവിടുത്തെ ശക്തി ദാസരുടെ മേൽ അയക്കണമേ. ഇവരിലൂടെ ഇവരുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ കർത്താവെ അവിടുന്ന് ഇപ്പോൾ അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യനാഥ, അവിടുത്തെ ശക്തി ഈ ദാസരിലേക്ക് അവിടുന്ന് ഇപ്പോൾ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ട സൗഖ്യം കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ, സമ്പത്ത് കൊടുക്കണമേ, മറ്റനുഗ്രഹങ്ങൾ വർഷിക്കണമേ. തടസ്സങ്ങളെല്ലാം മാറ്റി കർത്താവെ അവിടുന്ന് ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളിൽ അവിടുത്തെ സാന്നിധ്യവും അവിടുത്തെ സ്നേഹവും അവിടുത്തെ പ്രകാശവും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പൗരോഹിത്യ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കുകയും ചെയ്യാം. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഈശോയേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും